എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫിയും ആ വില്ലനും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അടിയുടെ അവസാനം ലൂഫി ആണെങ്കിൽ അവനെ അട്ടിച്ച് തെറിപ്പിച്ച് അവിടെയുള്ള ചുമര് പോലും തകർത്ത് താഴെയിടും. ചോര തുളുമ്പി സീസർ അവനാണെങ്കിൽ അനങ്ങാൻ പോലും പറ്റണില്ല. ഇവിടെ കാര്യങ്ങളെല്ലാം ട്രാൻസ്പോർട്ടേഴ്സ് നെയിലൂടെ കണ്ടുകൊണ്ടിരുന്ന ന്യൂ ഐലാൻഡിലെ വമ്പന്മാര് അവർക്കാണെങ്കിൽ അത് കണ്ട് വിശ്വസിക്കാനാവില്ല. അവർക്കിപ്പോ ലൂഫിയോട് ഒരുപാട് ദേഷ്യവും പകയും അസൂയൊക്കെ തോന്നും. ആ ബിഗ് മാമയുടെ ആൾക്കാരൊക്കെ അത് കണ്ട് ഷോക്കാവുകയാണ്. തീർച്ചയായിട്ടും ജോക്കർ കളത്തിലിറങ്ങും. ലൂഫിക്കും ടീമിനും അവരുടെ അന്ത്യം അത് അടുത്ത് കഴിഞ്ഞു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ചോപ്പറിനെ കാണിക്കും. അവനാണെങ്കിൽ ആ നേവി സോൾജേഴ്സിന്റെ സഹായത്താല് കുഞ്ഞിപ്പെണ്ണിനെ തൂക്കിയെടുത്ത് ആ റൂം ലക്ഷ്യമാക്കി പോവാണ്. പക്ഷെ അവർക്ക് അവർ പോകുന്ന വഴി അത് കറക്റ്റ് ആണോ എന്ന് അറിയില്ല. ചോപ്പർ ആണെങ്കിൽ കുഞ്ഞിപ്പെണ്ണ് ട്രീറ്റ്മെന്റ് കൊടുത്തും അവൾക്ക് ആത്മവിശ്വാസം പകർന്നു നൽകിയും ഇങ്ങനെയെങ്കിലും അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാനാണ് ശ്രമിക്കുക. ആ സമയം നമ്മുടെ ഉസോപ്പ് സെക്യൂരിറ്റി റൂമിലിരുന്ന് ഇപ്പോ ചോപ്പറിന് കറക്റ്റ് ആയിട്ടുള്ള വഴി അത് പറഞ്ഞു കൊടുക്കും. ബ്രൂക്ക് കമോൺ കമോൺ, സ്പീഡിലോട് 6 ബിൽഡിങ്ങിന്റെ ഡോറ് ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. അത് ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ അതിന്റെ അകത്ത് കയറണം, അല്ലെങ്കിൽ പോയിസൺ ഗ്യാസ് വളരെ പെട്ടെന്ന് അവിടേക്ക് സ്പ്രെഡ് ആവും. മറ്റൊരു ഭാഗത്ത് നാമി അവളാണെങ്കിൽ നമ്മുടെ ആൾക്കാരെയും ആ കുഞ്ഞുങ്ങളെ ഒക്കെ കൊണ്ട് 6 ബിൽഡിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ 6 ബിൽഡിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ബി ബിൽഡിങ് അത് ഉസോപ്പിന് ക്ലോസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പോയിസൺ ഗ്യാസിനെ കുറെ നേരത്തേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ ആ വില്ലന്മാര് ആണെങ്കിൽ എന്താ പറയണ്ടേ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. സീസറിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു റെസ്പോൺസ് അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ ആ കാര്യം തന്നെ ഓർത്ത് വിഷമിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ബ്രൂക്കിനെ കാണിക്കും. ബ്രൂക്ക് ആണെങ്കിൽ ഫ്രീസായി പോയ ആ സാമുറായെ പൊക്കിയെടുത്ത് വരികയാണ്. ബ്രൂക്കിനാണെങ്കിൽ അവന്റെ വിഷമം സഹിക്കാനായിട്ട് കഴിയില്ല. സാമുറായി അവന്റെ കുഞ്ഞിനെ രക്ഷിക്കാനായി പോയിസണിൽ പെട്ടുപോയി ഈ ഗതിയിലായി. സോ എങ്ങനെയെങ്കിലും അവനെ തിരികെ പിടിക്കാൻ പറ്റുമോ എന്നറിയാനാണ് അവനെ തൂക്കിയെടുത്ത് വരിക. ബ്രൂക്ക് ആണെങ്കിൽ അവനെ കൊണ്ട് ഇപ്പൊ ചോപ്പറിന്റെ അടുത്തേക്ക് വരും. പ്ലീസ് ഇവൻ എങ്ങനെയെങ്കിലും നോർമൽ ആക്കണം. ബ്രൂക്ക് നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചോപ്പറിനോട് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇവൻ രക്ഷിച്ചില്ലെങ്കിൽ ഇവന്റെ മകനെ കണ്ടെത്താനാവില്ല. മാത്രമല്ല അത് നമുക്കും വലിയൊരു വിഷമമായിരിക്കും. അങ്ങനെ ഇവരോട് സംസാരിക്കുമ്പോൾ സ്നെയിലിലൂടെ ഉസോപ്പാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ അവിടെ എന്താ ചെയ്യണേ? എത്രയും വേഗം ആ 6 ബിൽഡിങ്ങിലേക്ക് പോകും. പോയിസൺ ഗ്യാസ് അതെല്ലാ ഭാഗത്തും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ഇരുന്നാ നിങ്ങൾ അതിൽ പെട്ടുപോകും. അവർ ഉസോപ്പ് പറയുന്നത് കേട്ട് നൈസായിട്ടൊന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കും. പോയിസൺ ഗ്യാസ് ആണെങ്കിൽ വമ്പ ഫോഴ്സിൽ അവരുടെ തൊട്ട് പിന്നിലെത്തി. കട്ട് ചെയ്ത നാമയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെല്ലാം സേവ് ചെയ്ത് 6 ബിൽഡിങ്ങിലേക്ക് എത്തി. ലൂഫിക്കും മൊമന്റോസ്കിക്കും ഒക്കെ ഭയങ്കര സന്തോഷം. ലൂഫി ആണെങ്കിൽ മൊമന്റോസ്കിയോട് പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ട്സ് അവര് ഭയങ്കര പവർഫുൾ ആണെന്ന്. അവർ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ സേഫ് ആയിട്ട് ഇവിടെ എത്തിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. സാഞ്ചി, സോറോ, റോബിൻ എന്നിങ്ങനെ എല്ലാവരും അവിടേക്ക് എത്തി. ചോപ്പറിനെ ടീമിനെ കാണാനില്ല. മറ്റൊരു ഭാഗത്ത് ടഷിക്കയാണെങ്കിൽ സ്മോക്കറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേസമയം ഇവിടെ സ്മോക്കറും ട്രഫാൽഗർ-ലോയും അവർ രണ്ടുപേരും സാഡിന്റെ ട്രാൻസ്പോർട്ട് കണ്ടെയ്നർ അതിന്റെ അടുത്തേക്ക് വരികയാണ്. നമ്മൾ ഇത് ഉപയോഗിച്ചാണ് ഇനി ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഇത് യൂസ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് അവരത് വലിച്ച് ഇപ്പൊ ആ റൂമിലേക്ക് വരും. ലൂഫിക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ട്രഫാൽഗർ-ലോയെയും സ്മോക്കറിനെയും കണ്ട് ഒത്തിരി സന്തോഷാവും. ലൂഫി പറയും, ആ സീസറിനെ അവനെ ഞാൻ അടിച്ചു തകർത്ത് അവിടേക്കാണ് തെറിപ്പിച്ച് കളഞ്ഞത്. ട്രഫാൽഗർ-ലോയ്ക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. ഓ നോ, നീ ഇത്രയും വലിയൊരു മണ്ടനായിരുന്നോ? അവനെ കിഡ്നാപ്പ് ചെയ്യുക എന്നതാണ് നമ്മുടെ പ്ലാൻ. സോ എത്രയും വേഗം അവനെ കണ്ടെത്തണം. അവനെ കിട്ടിയാലേ നമ്മുടെ പ്ലാൻ അത് മുൻപോട്ട് പോകുമെന്ന് പറഞ്ഞ് ട്രഫാൽഗർ-ലോ ആണെങ്കിൽ ലൂഫിയും കൂട്ടി ഇപ്പൊ സീസറിനെ അന്വേഷിച്ചു പോകും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ ഐലാൻഡ് കാണിക്കും. ഐലാൻഡിൽ മുഴുവൻ പോയിസൺ ഗ്യാസ് സ്പ്രെഡ് ആയിരിക്കുകയാണ്. ഇവിടെ ബ്രൂക്കും ടോപ്പറും കുഞ്ഞിപ്പെണ്ണും ആ സോൾജേഴ്സും എല്ലാവരും 6 ബിൽഡിങ്ങിൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ ബ്രൗൺ ബിയർഡിനാണെങ്കിൽ ഒരുപാട് അടിയും ഇടിയൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ അവന് തീരെ വയ്യ. നാമി അവനെ ആശ്വസിപ്പിക്കും, നമ്മുടെ ആൾക്കാർ അവരെത്തിക്കഴിഞ്ഞാൽ ഉറപ്പായാലും നിനക്ക് ട്രീറ്റ്മെന്റ് തരും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ജോക്കറുടെ 2 അസിസ്റ്റൻസ് അവർ രണ്ടുപേരും ഇപ്പൊ ഐലാൻഡിലെ നോക്കി അവിടേക്ക് ഫ്ലൈ ചെയ്ത് വരികയാണ്. അതിലൊരു അസിസ്റ്റന്റ് അത് ജോക്കറിനെ അടിച്ച അതേ ചുന്ദരിപ്പെണ്ണ് തന്നെയാണ്. ആക്ച്വലി അവളും ജോക്കറും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വഴക്കൊക്കെ കൂടും. അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇപ്പൊ പൊറുപൊറുക്കും, ആ ഡോഫ്ലമിംഗോയെ ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല. എന്റെ 8ാമത്തെ ഫിയാൻസിയാണ്
അവനിപ്പോ തല്ലിക്കൊന്നിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാനൊരു കെട്ടാച്ചരക്കായിട്ട് നിന്ന് പോവും. അതിനവൾ ട്രാവൽ ചെയ്യുന്ന ആ കണ്ടെയ്നർ അതാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും. നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡോഫ്ലമിംഗോ നിന്റെ ബ്രദറിനെ പോലെയല്ലേ, തീർച്ചയായിട്ടും നിന്റെ നല്ലതിനു വേണ്ടി തന്നെയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവനല്ലെങ്കിൽ ഇവനെ കഴിഞ്ഞ് നല്ലൊരു ബോയ് ഫ്രണ്ടിനെ നിനക്ക് കിട്ടും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അവളുടെ ചുന്ദരനായിട്ടുള്ള ആ ഒരു ഫിയാൻസിയെ കാണിക്കും. അവന്റെ മുഖത്ത് സൗന്ദര്യം വാരി ഒഴുകുകയാണ്. ഒരു മാസത്തിനിടയിൽ ഇപ്പൊ അവളുടെ 5ാമത്തെ ഫിയാൻസിയെയാണ് ഡോഫ്ലമിംഗോ തല്ലിക്കൊല്ലുന്നത്. അവളാണെങ്കിൽ വീണ്ടും ദുഃഖത്തിൽ പൊട്ടിക്കരയും. ലാസ്റ്റ് വന്ന എന്റെ ചുന്ദരൻ, അവനെ എനിക്ക് ശരിക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരു കാരണവും ഇല്ലാതെ ഡോഫ്ലമിംഗോ അവനെ കൊന്നു കളഞ്ഞെന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരയാണ്. കണ്ടെയ്നർ ആണെങ്കിൽ അവനെ കൊണ്ട് പറ്റും പോലെ സമാധാനിപ്പിച്ച് ചില്ലാക്കാൻ ശ്രമിക്കും. നിന്റെ ഒരു മെയിൻ പ്രശ്നം നീ ആരോടും നോ പറയില്ല എന്നതാണ്. ഇപ്പൊ തന്നെ ഒരുപാട് പേർക്ക് നീ കടം കൊടുത്തിട്ടില്ലേ? എത്രയോ പേര് നിന്നെ പറ്റിച്ചു കടന്നു കളഞ്ഞു. അതിനവള് പറയും, അതൊക്കെ എന്റെ ഇഷ്ടമാണ്, ഇത് എന്റെ ലൈഫാണ്. ഒരു 92 മില്യൺ ബെറീസ് അത്രയും ഞാൻ കടം കൊടുത്തിട്ടുണ്ട്. അതിലെനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല. തീർച്ചയായിട്ടും ഇനിയും ഞാൻ കടം കൊടുക്കും. ഉടനെ അവനാണെങ്കിൽ നൈസായിട്ട് അവളോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഒരു 2 മില്യൺ ബെറീസ് നിനക്ക് എനിക്ക് തരാൻ പറ്റുമോ? അവൾ കാര്യം അന്വേഷിക്കും. അതിനവൻ പറയും, ഈ മിഷൻ അത് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് കാസിനോയിലേക്ക് പോയി കുറച്ചു നേരം ഗെയിം കളിക്കാനാണ്. അവളാണെങ്കിൽ അതിനും അവനോട് എസ് പറയും. ഒരു കുഴപ്പമില്ല, നിനക്ക് ഞാൻ തരാം. ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പണം നിനക്കെടുക്കാം. അവനാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇപ്പൊ തുള്ളിച്ചാടും. ആക്ച്വലി അവള് ജോക്കർ പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു മിഷൻ അത് ഏറ്റെടുത്തത്. അങ്ങനെ ഒരു ട്രാവൽ ചെയ്ത് ഇപ്പൊ പങ് ഹസാർഡിന്റെ അടുത്തെത്തും. ആ ഐലാൻഡ് കാണുമ്പോൾ തന്നെ അവിടെ മുഴുവൻ സീസർ ക്രിയേറ്റ് ചെയ്ത ആ പോയ്സൺ സ്മോക്ക് അത് സ്പ്രെഡ് ആയിട്ടിരിക്കുകയാണ്. കണ്ടെയ്നർ പറയും, കുഴപ്പമില്ല, ഞാൻ വലിയൊരു ബോംബിട്ട് ആ പോയ്സൺ ഗ്യാസ് മുഴുവൻ അവിടെ നിന്ന് മാറ്റിക്കളയാം. എങ്കിലും മാത്രമേ നമുക്ക് അവിടേക്ക് കറക്റ്റായിട്ട് എയിം ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഒരു ബോംബിടാൻ അങ്ങനെ ഫോക്കസ് ചെയ്യും. അവൻ ബോംബിട്ട് അവിടെ വലിയൊരു കാറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യും. ആ കാറ്റിന്റെ പവറിൽ ഒരുപാട് പോയ്സൺ ഗ്യാസ് അത് ദൂരേക്ക് നീങ്ങും. അപ്പൊ അവർ കാണും, കടലിന് നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ സാഡ് കപ്പല്. ഇതാണ് സീസർ യൂസ് ചെയ്യുന്ന കപ്പൽ. ചുന്ദരി പെണ്ണ് പറയും, സീസർ, മോണറ്റ്, വെർഗോ അവര് 3 പേരും വരുന്നത് വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. വന്നതിന് ശേഷം നമുക്കിവിടുന്ന് പോകാം. പക്ഷെ ആ കണ്ടെയ്നർ പറയും, നമുക്ക് എത്രയും വേഗം ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഇത് തരുന്ന ക്യാഷ് കൊണ്ട് കാസിനോയിൽ പോയിട്ട് ഗെയിം കളിക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് കൊതിയാവുന്നു. ഇപ്പോഴായിരിക്കും അവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് എന്തോന്ന് തെറിച്ചു വന്ന് ആ കപ്പലിൽ അടിച്ചു വീഴുന്നതായിട്ട് അവർ കാണുക. അത് മറ്റാരുമല്ല, സാക്ഷാൽ സീസർ. ലൂഫിയുടെ കയ്യിൽ ഇടി കിട്ടി സീസർ തെറിച്ചു വന്ന് വീണത് കപ്പലിന്റെ അടുത്തേക്കാണ്. സീസറിന്റെ അവസ്ഥ കണ്ട് അവർ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോകും. അവളിപ്പോ പെട്ടെന്ന് തന്നെ ജോക്കറിനെ കോണ്ടാക്ട് ചെയ്ത് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയും. അതിനവൻ പറയും, കുഴപ്പമില്ല, ഇതെല്ലാത്തിനും പിന്നിൽ അവരാണ്. സീസറിനെ രക്ഷിച്ച് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുവരാൻ ജോക്കർ അവരോട് പറയും. അവനാണെങ്കിൽ ഒരു സെക്കൻഡ് വെർഗോയെ കുറിച്ചും മോഡലിനെ കുറിച്ച് ചിന്തിക്കും. അപ്പൊ അവർ രണ്ടുപേരെയും രക്ഷിക്കണ്ടേ, ഇവനെ മാത്രം രക്ഷിച്ചാൽ മതിയെന്നൊക്കെ ചിന്തിച്ച് അവരിപ്പോ സീസറിന്റെ അടുത്തേക്ക് വരും. ഇവിടെ ജോക്കറിനാണെങ്കിൽ അവന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം സീസറിന് അവന് കിട്ടിയ അവന്റെ സാഡ് എക്സ്പെരിമെന്റ് അത് അവനെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അവർ രണ്ടുപേരും ഇപ്പോ സീസറിനെ എടുക്കാനായിട്ട് കപ്പലിന്റെ അടുത്തേക്ക് എത്തും. അപ്പോഴായിരിക്കും മറ്റാരെയോ അവർ കപ്പലിൽ കാണുക. അത് വേറെ ആരുമല്ല, സാക്ഷാൽ നമ്മുടെ ഫ്രാങ്കി. അവന്റെ റോബോട്ട് ലുക്കിൽ ആ കപ്പലിൽ നിൽക്കുകയാണ്. അവര് ഫ്രാങ്കിയെ ഫോക്കസ് ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പാഞ്ഞെടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.